രാവിലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അരിക്കൊഴുക്കട്ടയായിരുന്നു. എനിക്ക് സാധാരണ മധുരം വെക്കുന്നതാണ് ഇഷ്ടം, പക്ഷേ ഇതിന് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. തലേ ദിവസം രാത്രിയിൽ നമ്മുടെ കുത്തരി എടുത്ത് കഴുകി കുതിർത്തിട്ടേക്കും. എന്നിട്ട് രാവിലെ അതെടുത്ത് ഊറ്റിക്കളഞ്ഞിട്ട് അതിനകത്തിൽ ഇതെടുത്ത് പൊടിക്കുന്ന ജാറിലിട്ടൊന്ന് പൊടിച്ചിട്ട് അരയ്ക്കുന്ന ജാറിൽ പിന്നെ നമ്മൾ ഈ ജീരകവും തേങ്ങയൊക്കെ ചേർത്തിട്ട് ഇതങ്ങോട്ട് നന്നായിട്ട് അരച്ചെടുത്ത് ഉരുട്ടി ആവിയിൽ വെച്ച് പുഴുങ്ങി അങ്ങോട്ട് എടുക്കും. ചൂടോടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അമ്മിക്കല്ലിൽ വെച്ച് അരയ്ക്കുന്നവർക്ക് അരയ്ക്കാം, നമ്മുടെ എളുപ്പത്തിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ഉച്ചക്കത്തേക്ക് മോര് കറിയും പിന്നെ പയർ തോരനും പാവയ്ക്ക മെഴുക്കുവരട്ടിയും അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ നമ്മുടെ കോവയ്ക്കയും ക്യാരറ്റും കൂടെയുള്ള മെഴുക്കുവരട്ടി നല്ല ടേസ്റ്റാണ് ആ മെഴുക്കുവരട്ടിക്ക്. അതുകൂടെ അങ്ങോട്ട് കൂട്ടിയിട്ട് ഉച്ചക്കത്തെ ആഹാരം ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ചു. പിന്നെ വൈകിട്ടത്തേക്ക് നോക്കിയപ്പോൾ ഇതേ സെയിം സാധനം തന്നെയാണല്ലോ. ഇതിനിടയിൽ എന്തെങ്കിലും കഴിക്കും, പക്ഷേ അതങ്ങോട്ട് എടുത്ത് വെക്കാനുള്ള സമയം കിട്ടാറില്ല, കുഞ്ഞാവയും കൂടെ ഉള്ളതുകൊണ്ട്. പിന്നെ രാത്രിയിലത്തേക്ക് ഇപ്പം സ്ഥിരം ബുൾസൈ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ബുൾസൈ അല്ല, മുട്ട പൊരിക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതായത് മുട്ട പൊടിച്ച് അങ്ങോട്ട് ഒഴിക്കും. നമ്മുടെ അപ്പം ചുടുന്ന ജാറാണെന്ന്, അപ്പം ചുടുന്ന പിന്നെ ചട്ടി കേട്ടോ. അപ്പോൾ അതിനകത്തിലോട്ട് ഇതങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ട് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് എന്ത് ചെയ്യും, തിരിച്ചങ്ങിട്ടിട്ട് നല്ലതായിട്ട് പൊള്ളിച്ചെടുക്കും. കാരണം കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ വീട്ടിലെ ചേട്ടൻ്റെ മോനാണെങ്കിൽ ഇതേപോലെ മുട്ട ബുൾസൈ അടിച്ച് കഴിച്ചിട്ട് ആൾക്ക് ഇത് താറാമുട്ട ബുൾസൈ അടിച്ച് കഴിച്ചു. പക്ഷേ അതിനകത്തിൽ ശരിക്കും വേവാഞ്ഞിട്ടാണ് എന്തെങ്കിലും അണുക്കളുടെ ഇതുണ്ടായിരുന്നത് കൊണ്ടാണ് ഫുഡ് പോയ്സൺ ഉണ്ടായി. നല്ല കൂടുതലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുട്ടികൾക്ക് അധികം മുട്ട വേവിക്കാതുള്ള കൊടുപ്പൊന്നും വേണ്ട എന്നാണ് എൻ്റെ ഒരു പൊതുവെയുള്ള അഭിപ്രായം. ഫുഡ് പോയ്സൺ ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ. പിന്നെ വേറൊന്നുമില്ല. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.